ഗുഡ് ഈവനിംഗ്. മീഡിയ വണിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ബിഗ് ഫൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബിഗ് ഫൈറ്റ് ഇന്ന് എത്തി നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച വയനാട് മണ്ഡലത്തിലെ സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് വയനാട് ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വയനാട് ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ സുൽത്താൻ ബത്തേരി വയനാട് മണ്ഡലത്തിൽ തന്നെയുള്ളതാണ് എന്നാണ് അതിൻ്റെ പ്രത്യേകത. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നാളെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. ഇതൊരു ഉത്സവലഹരിയിലാണ് UDFനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. അതേസമയം തന്നെ വയനാട് നിയോജക മണ്ഡലത്തിലെ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായ രാഷ്ട്രീയ പ്രചാരണത്തിലാണ് LDFും കൂടിയുള്ളത്. നമ്മളോടൊപ്പം ഇന്ന് ഈ സംവാദത്തിൽ പങ്കെടുക്കാനായി KL പൗലോസ്, മുൻ DCC പ്രസിഡന്റ്, C കൃഷ്ണപ്രസാദ്, അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹവും നമ്മളോടൊപ്പമുണ്ട്. LDFനെ പ്രതിനിധീകരിച്ച് പ്രശാന്ത് മലവയൽ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം. ഈ മൂന്ന് പേരാണ് മൂന്ന് മുന്നണികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. കൂടാതെ പൊതുജനങ്ങളും വിവിധ കക്ഷി രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും എല്ലാം ഈ സംവാദ പരിപാടിയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ പൗലോസ്, രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മാത്രമാണോ നിങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്? ഇത് വയനാടാണ്, വയനാട് ജില്ലയാണ്. ഇതൊരു സുരക്ഷിത മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ കേരളത്തിലേക്ക് ആനയിക്കുന്നത്. എന്ത് സുരക്ഷിതത്വമാണ് ഇതിനുള്ളത്? ഈ ലോക്സഭാ മണ്ഡലത്തിലെ ഭൂരിഭാഗം നിയോജക മണ്ഡലം, നിയമസഭാ അസംബ്ലി മണ്ഡലങ്ങളും LDFിൻ്റെ കൈവശമാണുള്ളത്. പിന്നെ എന്ത് സുരക്ഷിതത്വമാണ് നിങ്ങൾക്കുള്ളത്? എന്ത് രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് എന്നതിൽ കവിഞ്ഞ് എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ ജനങ്ങളോട് പറയാൻ പോകുന്നത്? നമ്മുടെ വയനാട് പാർലമെൻറ്റ് സീറ്റിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തിന് വരുന്നു എന്നുള്ള ചോദ്യത്തിന് ധാരാളം മറുപടിയായി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ വയനാട് പാർലമെൻറ്റ് സീറ്റ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ജനാധിപത്യ മതേതര ചിന്തകളും രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ വർഗീയമായ അല്ലെങ്കിൽ മതപരമായ ഏതെങ്കിലും കാഴ്ചപ്പാടോടുകൂടിയല്ല. അങ്ങനെയുള്ള വയനാട് UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശക്തമായ ഒരു നിയോജക മണ്ഡലമാണ്. ഇപ്പോൾ നിലവിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചില സീറ്റുകൾ ഇടതുപക്ഷം ഇന്ന് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ചില തെറ്റായ പ്രചരണങ്ങളുണ്ട്. ഉദാഹരണം, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ പ്രചരണമുണ്ടായിരുന്നു. വയനാടിനെ കടുവാ സങ്കേതമാക്കാൻ വേണ്ടി അന്നത്തെ ഇവിടുത്തെ MP ആയിരുന്ന ഷാനവാസ് അടക്കം ഇതാ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വ്യാപകമായ പ്രചരണം നടത്തി. കസ്തൂരി രംഗൻ്റെ വിഷയം വന്നു, ഗാഡ്ഗിലിൻ്റെ പ്രശ്നം വന്നു. ഈ പ്രശ്നങ്ങളൊക്കെ വയനാട് അടക്കമുള്ള പ്രദേശത്തെ പാവപ്പെട്ട കർഷകരടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിച്ചു. അങ്ങനെയുള്ള കുറേ തെറ്റായ പ്രചരണങ്ങളിൽ ആശങ്ക പൂണ്ട ജനങ്ങൾ അന്ന് വൈകാരികമായി എടുത്തൊരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഏതാനും ചില നിയോജക മണ്ഡലങ്ങൾ ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ കൈവശമിരിക്കുന്നത്. മറിച്ച് അതിന് മുൻപെടുക്ക് പരിശോധിക്കാം. വയനാട് ജില്ലയിൽ 3 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉള്ളത് 3ഉം ഐക്യജനാധിപത്യ മുന്നണിയുടേതായിരുന്നു. തിരുവമ്പാടി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഐക്യജനാധിപത്യ മുന്നണിയുടേതായിരുന്നു. നിലമ്പൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഐക്യജനാധിപത്യ മുന്നണിയുടേതായിരുന്നു. എന്ന് പറയുമ്പോൾ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ 7 സീറ്റുകളും ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈവശം ഇരുന്നത് തന്നെയായിരുന്നു. ചില തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിച്ച് നുണപ്രചരണങ്ങൾ നടത്തി കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കുറച്ച് വോട്ടുകൾ കുറയുകയും ചില സീറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതല്ലാതെ ഇവിടെ യാതൊരു കോട്ടവും ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായിട്ടില്ല. അത് ശരി. പക്ഷെ നിങ്ങൾ എന്ത് രാഷ്ട്രീയ പ്രശ്നമാണ് ഉയർത്തിപ്പിടിക്കുന്നത്? രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളതല്ലാതെ അതൊരു വ്യക്തി വരുന്നതാണ്, ഒരു സ്ഥാനാർത്ഥിയാണ്. XOR ഇത് UDFും LDFും തമ്മിലുള്ള മത്സരമാണ്. നിങ്ങൾ എന്താണ് ഇത് തിരിച്ചു പിടിക്കാൻ, ഈ പോയ വോട്ട് തിരിച്ചു പിടിക്കാൻ നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് പറയാൻ പോകുന്നത്? വളരെ വ്യക്തമായും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മതേതര ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ തുടർന്നും ആ സംവിധാനം നിലനിർത്തുന്ന ഒരു ഭാരതം ജീവിച്ചിരിക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ വർഗീയ ഫാസിസ്റ്റ് സംവിധാനങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി
മതേതര ജനാധിപത്യ സംവിധാനം രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരണം എന്ന തീരുമാനം ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കുമുണ്ട്. ആ ജനങ്ങളുടെ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നത്. പക്ഷേ ഒരു പാൻ ഇന്ത്യ തലത്തിൽ ഉന്നയിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ശ്രീ കൃഷ്ണപ്രസാദ്, വയനാട്ടിൽ അത് മതിയാകുമോ? അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെയും അങ്ങയുടെ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെടുന്നത് പോലെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ രാജ്യം ഇന്ന് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിലേക്കാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൽ അധികാരത്തിലിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ കഴിഞ്ഞ 5 വർഷവും നമ്മുടെ രാജ്യത്ത് സമ്പദ്ഘടനയെ വലിയ രൂപത്തിൽ കടന്നാക്രമിച്ചു. അതുപോലെ നമ്മുടെ മതേതര സമൂഹത്തെ വൻതോതിൽ പരിക്കേൽപ്പിച്ചു. ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ 40ഓളം ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ സന്ദർഭത്തിൽ ഒരു വാക്ക് പോലും അതിനെതിരെ പറയാൻ വേണ്ടി തയ്യാറാകാത്തൊരു പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്ത്, ഒരു മതേതര രാജ്യത്ത് പ്രധാനമന്ത്രിയെ തുടരാൻ ഒട്ടും അവകാശമില്ല. അതുപോലെ തന്നെ ഈ രാജ്യത്തെ കൃഷിക്കാർക്ക് ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ശേഷം അവരെ വഞ്ചിച്ചൊരു ഗവൺമെൻറ്റിനെതിരെ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ അതിശക്തമായ കർഷക സമരങ്ങൾ രൂപപ്പെട്ടു വന്നൊരു കാലഘട്ടമാണ്. തൊഴിലാളി സമരങ്ങൾ രൂപപ്പെട്ടു വന്നൊരു കാലഘട്ടമാണ്. അതുപോലെ ചെറുകിട വ്യവസായികൾ, ചെറുകിട കച്ചവടക്കാർ, സുൽത്താൻ ബത്തേരി ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിൽ ആ കച്ചവടക്കാരുടെ പ്രയാസം എന്താണെന്ന് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. 2000 രൂപ 3000 രൂപ പോലും ദിവസം കച്ചവടമില്ലാത്ത വിധത്തിലേക്ക് വലിയ രൂപത്തിലുള്ള മാന്ദ്യം നമ്മുടെ സമ്പദ്ഘടനയെ ബാധിച്ചിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം പ്രതിഫലനമായി നരേന്ദ്രമോദിയുടെയും അതുപോലെ സംഘപരിവാറിൻ്റെയും ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം. അങ്ങനെയൊരു തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് നരേന്ദ്രമോദിയെ ഏറ്റുമുട്ടുന്നതിന് പകരം BJPയോട് ഏറ്റുമുട്ടുന്നതിന് പകരം ഇടതുപക്ഷത്തോട് ഏറ്റുമുട്ടാൻ വേണ്ടി വരുന്നു എന്നുള്ള ഒരവസ്ഥ ഇവിടെ സംജാതമായിരിക്കുകയാണ്. അതായത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ABCD അറിയാത്ത ആളുകൾ മാത്രമേ അത്തരമൊരു തീരുമാനമെടുക്കുകയുള്ളൂ. ഇതിലുണ്ടാവുന്ന നഷ്ടം ആർക്കാണ്? നഷ്ടം കോൺഗ്രസിനാണ്. BJPക്കെതിരെ ദേശീയ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു വലിയ മുന്നണിയിൽ പരമാവധി സുഹൃത്തുക്കളെ കൂട്ടിയോജിപ്പിക്കുക, സഖ്യശക്തികളെ ഉണ്ടാക്കുക എന്ന ഒരു നേതാവിൻ്റെ പണിയെടുക്കുന്നതിന് പകരം സ്വന്തം സുരക്ഷിത സീറ്റ് നോക്കി ഒളിച്ചോടുന്ന ഒരു ഭീരുവായ ഒരവസ്ഥയുണ്ടാവുന്നു എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലുള്ള ഒരവസ്ഥ വരാൻ പാടില്ലായിരുന്നു. അദ്ദേഹം തീർച്ചയായും എടുത്ത തീരുമാനം തെറ്റായ തീരുമാനമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുത്ത തീരുമാനമാണ്. അത് തെറ്റായ തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത് BJPക്കെതിരെ നടക്കേണ്ട സമരത്തിൽ ഉണ്ടാവേണ്ട വിപുലമായൊരു മുന്നണി, ആം ആദ്മി പാർട്ടി, ഇടതുപക്ഷ പാർട്ടികൾ, ഇവരുമായിട്ടൊക്കെ ഐക്യവും സമരവും ഉണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും ഒന്ന് തീരുമാനിച്ചിരുന്നു. വലിയ വലിയ സമരങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ സമരങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു, നമ്മൾ ഈ ഗവൺമെൻറ്, വർഗീയ ഗവൺമെൻറ്റിനെതിരെ ഒരു പുതിയ സെക്യുലർ ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നല്ല ആത്മവിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കും എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് തിരിച്ചാണ്. അതിൽ ഏറ്റവും ശക്തമായ വിശ്വസ്തമായ വർഗീയതയ്ക്കെതിരെ, അതുപോലെ തന്നെ ഈ തൊഴിലാളികളുടെയും കർഷകരുടെയും താല്പര്യങ്ങൾ തകർക്കുന്ന ഒരു തെറ്റായ സാമ്പത്തിക നയത്തിനെതിരെ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഏറ്റവും വിശ്വസനീയമായ ഒരു ശക്തിയാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ശക്തിയായി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ വരുമ്പോൾ അത് BJPയാണ് സഹായിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഒരു വിധത്തിലും ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു പാൻ ഇന്ത്യ 404 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് 44 സീറ്റായിട്ട് കുറഞ്ഞത് വയനാട് മണ്ഡലത്തിലെ 4 സീറ്റ് പോയതുകൊണ്ടല്ലല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്നത് പഴയ കോൺഗ്രസ് ആണോ? ഇദ്ദേഹം ജയിച്ചാൽ പ്രധാനമന്ത്രിയാവുമെന്ന് പറയുന്നു. 44ഓ 100ഓ സീറ്റ് കൊണ്ട് ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ? എന്തെല്ലാം തെറ്റായ കാര്യങ്ങളാണ് ഇവിടെ പ്രചാരണത്തിൽ കൊണ്ടുവരുന്നത്. ശ്രീ കൃഷ്ണപ്രസാദ്, ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നില്ല എന്ന് കരുതുക. വന്നില്ലെങ്കിൽ പോലും ഇവിടെ LDFും UDFും തമ്മിലാണ് മത്സരം. ആരെങ്കിലും ഒരാൾ തോൽക്കും. അത് എന്തായാലും താങ്കൾ മുമ്പ് സൂചിപ്പിച്ച സമവാക്യ പ്രകാരം അവിടെ നഷ്ടം തന്നെയാണ്. ഈ രാഹുൽ ഗാന്ധി വന്നാൽ വരട്ടെ എന്ന് വിചാരിക്കണം. മറ്റൊരു ശ്രീ പിണറായി വിജയൻ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞതുപോലെ 20 സ്ഥാനാർത്ഥികൾ ഒരാൾ എന്നങ്ങ് സങ്കല്പിച്ചാൽ പോരെ. വളരെ ഉപരിപ്ലവമായ ഒരു അഭിപ്രായമാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞത്. കാരണം നമുക്കറിയാവുന്ന പോലെ രാഹുൽ ഗാന്ധി കേവലം ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, അദ്ദേഹം മത്സരിക്കുമ്പോൾ 20-ൽ ഒരാൾ തന്നെയാണ്, 543 ഒരാൾ തന്നെയാണ്. ഏതൊരു സ്ഥാനാർത്ഥിയും മത്സരിക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ പോലും അദ്ദേഹം അതിനേക്കാളൊക്കെ ഉപരിയായി ഈ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്.
ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് BJPക്കെതിരായ സമരത്തിൻ്റെ നേതൃത്വമാണ്, ഇടതുപക്ഷത്തിനെതിരായ സമരത്തിൻ്റെ നേതൃത്വമല്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം 20-ൽ ഒരാളാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വയനാട്ടിൽ ചരിത്രത്തിൽ ആദ്യമായി അദ്ദേഹത്തിൻ്റെ പരാജയം രുചിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിശക്തമായ മാറ്റം. ശ്രീ പ്രശാന്ത് മലവേൽ, ഇവിടെ നിങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി BDJS ആണ്, അവർക്ക് കൊടുത്ത സീറ്റാണ്. രാഹുൽ ഗാന്ധിയെ പോലൊരു അധികായൻ വയനാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ നേരിടാൻ പാകത്തിനുള്ള, കോൺഗ്രസ് അധ്യക്ഷനെ നേരിടാൻ പാകത്തിനുള്ള ഒരു സ്ഥാനാർത്ഥിയാണോ തുഷാർ വെള്ളാപ്പള്ളി? തീർച്ചയായിട്ടും NDAയുടെ ഭാഗമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ NDA എന്ന സംവിധാനം കേരളത്തിൽ അതിശക്തമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയായിട്ടുള്ള BDJS, ആ BDJSന് കൊടുത്തിട്ടുള്ള സീറ്റാണ് വയനാട് ജില്ല. വയനാട് ജില്ലയിൽ BDJS പ്രഖ്യാപിച്ചത് മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് വന്നപ്പോൾ അതിശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണമെന്നും, യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പൗലോസേട്ടനും കൃഷ്ണപ്രസാദേട്ടനും പറഞ്ഞതുപോലെ ഇവർ രണ്ടും മത്സരിച്ച് ജയിച്ചു പോയാൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്, ഒരാൾക്ക് വേണ്ടിയിട്ടാണ് പാർലമെൻറ്റിൽ കൈ പൊക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അതിശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ വേണമെന്ന് തീരുമാനിക്കുകയും BDJSൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ സംസ്ഥാനത്ത് മുഴുവൻ അറിയപ്പെടുന്ന, കൃത്യമായിട്ട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയപ്പെടുന്ന, ഈ വയനാട് ജില്ലയിൽ പോലും അതിശക്തമായിട്ടുള്ള വേരോട്ടമുള്ള SNDPയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളിയെ ഭാരതീയ ജനതാ പാർട്ടി കൂടി സജസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്, കഴിഞ്ഞ 10 വർഷക്കാലം ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ശ്രീമാൻ ഷാനവാസ്, അദ്ദേഹത്തിൻ്റെ തികഞ്ഞ പരാജയമായിരുന്നു ഈ കഴിഞ്ഞ 1 മാസക്കാലം വരെ ഇവിടെ ചർച്ചയായിട്ടുള്ളത്. എല്ലാ ജനങ്ങളും, ഇവിടുത്തെ കോൺഗ്രസ്സുകാരടക്കം അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുൻപ് വരെ അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് കോൺഗ്രസ്സുകാരടക്കം ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിച്ചിരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ആ പരാജയം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കോൺഗ്രസ് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. പ്രധാനപ്പെട്ട സുപ്രധാനപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, നഞ്ചൻകോട് റെയിൽവേ പോലുള്ള, ആ നഞ്ചൻകോട് റെയിൽവേ ഒക്കെ ഇവിടെ പ്രാവർത്തികമായാൽ ഏകദേശം തിരുവനന്തപുരം ജില്ല പോലും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ബത്തേരിക്കും ഈ വയനാട് ജില്ലയ്ക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. എന്നാൽ അതിനെ മുഴുവൻ ഇത്രയും കാലം അട്ടിമറിച്ചിട്ടുള്ള ഒരു മുന്നണി, ഈ മുന്നണികൾ, ആ മുന്നണി സംവിധാനത്തെക്കുറിച്ചുള്ള സംവിധാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. രാത്രിയാത്രാ നിരോധനം പോലുള്ള വിഷയങ്ങൾ കൊണ്ട് ഇവിടെ കച്ചവടക്കാരും ഇവിടുത്തെ സംവിധാനങ്ങളും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ, കർഷകരടങ്ങുന്ന ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അതിനുവേണ്ടി പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാകുന്നില്ല. ഈ സംസ്ഥാന ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ, കർണാടകം കോൺഗ്രസ് ഭരിക്കുമ്പോൾ, ഇന്ത്യ രാജ്യം മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ ഇവിടെ MP ഷാനവാസായിരുന്നു. എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ രാഹുൽ ഗാന്ധിയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്? നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ മോദി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധം ആ സർക്കാരിനെതിരെ ഉണ്ടായത് കർഷകരിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, വയനാട് ഒരു കർഷക പ്രാധാന്യമുള്ള ജില്ലയാണ്. സ്വാഭാവികമായും ഈ കഴിഞ്ഞ 5 വർഷത്തിനുണ്ടായ കർഷകർക്കുണ്ടായ ബുദ്ധിമുട്ടിന് കേന്ദ്ര സർക്കാർ ഒരു കാരണക്കാരാണ്. ഈ കർഷകർ നിങ്ങൾക്കെതിരായല്ലേ വോട്ട് ചെയ്യുക അവരുടെ ദുരിതത്തിൻ്റെ പേരിൽ? കഴിഞ്ഞ 60 വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ആ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള തെറ്റായ നയങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കർഷകർ ഇന്നും പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലം നമുക്കറിയാം, തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത് ഇവിടുത്തെ കാർഷിക മേഖലയിലെ യൂറിയ പോലെയുള്ള ഏറ്റവും സാധാരണക്കാരന് ഉപയോഗിക്കുന്ന ഒരു വളം, ആ വളം ആ സാധാരണക്കാരന് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ആ യൂറിയ പോലുള്ള വളം സാധാരണക്കാരന് കിട്ടാത്തൊരു സാഹചര്യം ഈ വയനാട് ജില്ലയിൽ അടക്കമുണ്ടായിരുന്നു. അതൊക്കെ മറ്റ് സംവിധാനത്തിന് വേണ്ടി കയറി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും കർഷകന് അതുപോലുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കൂ. ഇപ്പോൾ അവസാനം ഈ കർഷകന് 6000 രൂപ പ്രഖ്യാപിച്ചിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ നരേന്ദ്രമോദി ആവിഷ്കരിച്ചു വരുന്നത്. കൃഷ്ണപ്രസാദ്, ഇവിടെ പ്രശാന്ത് പറയുന്നത് പോലെ ഈ യൂറിയ ഒക്കെ കൊടുത്തിട്ടും എന്തിനാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ മാർച്ച് ചെയ്തത്? യഥാർത്ഥത്തിൽ എന്താണ് കർഷകരുടെ പ്രശ്നം? അത് വയനാടുമായി സാമ്യമുള്ള പ്രശ്നമാണോ? എനിക്ക് പ്രശാന്ത് പറഞ്ഞത് കേട്ടിട്ട് തോന്നിയൊരു അഭിപ്രായം, ഇവിടെ 5 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിന് നേരിടുകയാണ്. അദ്ദേഹം ഒറ്റക്കാര്യം മാത്രം പറയണം. 5 വർഷം മുമ്പ് ഇവിടുത്തെ കർഷകരോട് ശ്രീ നരേന്ദ്രമോദി 300ഓളം റാലികളിൽ പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നാൽ, BJP അധികാരത്തിൽ വന്നാൽ
നിങ്ങളുടെ എല്ലാ വിളകൾക്കും 50% അധികരിച്ച തുക കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ വേണ്ടി തയ്യാറാകുമെന്ന് പറഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ നാസിക്കിൽ നിന്ന് മുംബൈ നഗരത്തിലേക്ക് 7 ദിവസം കർഷകർ നടന്നുപോയ ഒരു വലിയ സമരമാണ് മഹാരാഷ്ട്രയിലെ ലോങ് മാർച്ച്. നാസിക് എന്ന് പറയുന്നത് നസൽഗഡ് ഉൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉള്ളി കൃഷി ചെയ്യുന്ന പ്രദേശം. 25 പൈസയാണ്, 50 പൈസയാണ്, 2-3 രൂപയാണ് ഉള്ളി കൃഷിക്കാർക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ 20 രൂപയും 25 രൂപയും അതിലും കൂടുതൽ കൊടുത്ത് വാങ്ങുമ്പോൾ ആ ഉള്ളിക്കൃഷിക്കാർക്ക് പോലും മഹാരാഷ്ട്ര ഭരിക്കുന്നത് BJP അല്ലേ? ഇന്ത്യ ഭരിച്ചത് BJP അല്ലേ? അല്പമെങ്കിലും ആർജവമുണ്ടെങ്കിൽ മാപ്പ് പറയുകയല്ലേ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ വയനാട്ടിൽ നോക്കൂ. വയനാട്ടിൽ കഴിഞ്ഞ ഒക്ടോബറിൽ 150 രൂപയ്ക്ക് കാപ്പി കൊടുത്ത നമ്മൾ 120 രൂപയ്ക്കാണ് കാപ്പി പരിപ്പ് വിൽക്കുന്നത്. ഒരുപക്ഷെ പ്രശാന്തും കാപ്പി കൃഷിയുള്ള ആളായിരിക്കും, അദ്ദേഹത്തിന് അത് കൂടുതൽ അറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം 700 രൂപ ഉണ്ടായിരുന്ന കുരുമുളക് നമ്മൾ 300 രൂപയ്ക്കും 320 രൂപയ്ക്കും വിൽക്കുകയാണ്. എത്ര രൂപയുടെ നഷ്ടമാണ് നമുക്കുണ്ടാകുന്നത്? ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച കൊണ്ട് ഇവിടുത്തെ വൻകിട കുത്തക കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് 6000 രൂപയുടെ കണക്ക് പറയുന്നു. ഒരു നിമിഷം, ശ്രീ പൗലോസ്, ഇവിടെ കൃഷ്ണപ്രസാദ് ചൂണ്ടിക്കാട്ടുന്ന ഈ പ്രശ്നം ഈ മോദി സർക്കാരിന്റെ കാലത്ത് മാത്രം ഉരുവം കൊണ്ടതല്ല. നമുക്കറിയാം വിദർഭയിൽ ഉൾപ്പെടെ കർഷകർ ആത്മഹത്യ സംഭവം ഉണ്ടായി. ഇത് 90കളിൽ കോൺഗ്രസ് തുടങ്ങിവെച്ച നവ ഉദാരീകരണ നയങ്ങളുടെ തിരിച്ചടി കാർഷിക മേഖലയിൽ പ്രതിഫലിക്കുന്നതാണ്. ഇതിന് നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്, നിങ്ങളും മറുപടി പറഞ്ഞു പറ്റും. ഇതിനു മുൻപ് ബഹുമാനപ്പെട്ട കൃഷ്ണപ്രസാദ് ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആ വിഷയത്തെപ്പറ്റി പ്രതികരിക്കാതെ കടന്നു പോകാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി ഇവിടെ ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ വരുന്നതിലാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആശങ്കയുള്ളത്. കേരളത്തിൽ 20 സീറ്റുള്ളതിൽ 20 സീറ്റിലും LDF മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDF-നും എതിരായിട്ടാണ്. ഈ ഒരു സീറ്റിൽ മാത്രമല്ല, എത്ര സീറ്റിൽ ഈ BJP-ക്കെതിരെ വർഗീയ ഫാസിസത്തിനെതിരെ പോരാട്ടം നടത്തുന്ന കാര്യം പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് ആകെ 40ഓളം സീറ്റിലാണ് മത്സരിക്കുന്നത്. അതിൽ 16 സീറ്റിൽ മത്സരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിനോടും UDF-നോടുമാണ്. ബംഗാളിൽ മത്സരിക്കുന്നത് BJP-യോടല്ല, അവിടെ മമതാ ബാനർജിയോടാണ് മത്സരിക്കുന്നത്. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് രാഹുൽ ഗാന്ധി പോലും അമേഠിയിൽ BJP-യോട് മത്സരിക്കുന്നു. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന സീറ്റുകളിൽ BJP-യോട് ഇഞ്ചോടിഞ്ച് പൊരുതി ഈ രാജ്യത്ത് ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതേസമയം ഇവിടെ ഇത്രയേറെ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ആരൊക്കെയാണ് മത്സരിക്കുന്നത്? നമ്മുടെ സീതാറാം യെച്ചൂരി മത്സരിക്കുന്നുണ്ടോ? അതുപോലെ പ്രകാശ് കാരാട്ട് മത്സരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ഒരു വിശദീകരണം ആവശ്യമുള്ളതുകൊണ്ട് ഈ പറയുന്ന 90കളിൽ നടപ്പാക്കിയ നവ ഉദാരീകരണ നയങ്ങളുടെ തിരിച്ചടിയായ കർഷകർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ക്ഷേമ പദ്ധതികളിലൂടെ ധനസഹായം നൽകിയതുകൊണ്ട്, അത് മോദി സർക്കാരായാലും ഇനി കോൺഗ്രസ് പ്രഖ്യാപിച്ച നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യമായാലും, അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും. മുറിവിന് മുകളിൽ പെയിൻബാം പുരട്ടുന്ന ഫലമല്ലേ അതുണ്ടാക്കുക? ലോകത്തിലെ ഏത് രാജ്യത്താണെങ്കിലും ഓരോ കാലഘട്ടത്തിൽ ഓരോ തീരുമാനങ്ങളും നിയമങ്ങളും കരാറുകളും ഉണ്ടാകാറുണ്ട്. ആ കരാറുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വർഷങ്ങൾ കഴിയുമ്പോൾ അത് തിരിച്ചടിയാണ്, ദോഷമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് തിരുത്തുന്നതിനുള്ള നടപടി പിന്നീട് വരുന്ന സർക്കാരുകൾ സ്വീകരിക്കുകയും അതിനുള്ള പുനർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. 5 വർഷമായി ഭരിക്കുന്ന ഗവൺമെന്റിന് അത് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. 3 മുന്നണികളും അവരുടെ രാഷ്ട്രീയ നിലപാട് വയനാട് ജില്ലയെ സംബന്ധിച്ച്, വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു. ഞാൻ വളരെ പെട്ടെന്ന് മടങ്ങി വരാം. ഒരു ഇടവേളയിലേക്ക് കൂടുതൽ പൊതുജനങ്ങളും ഈ ചർച്ചയിൽ പങ്കാളികളാകും, ഈ ചർച്ചയെ സമ്പന്നമാക്കും. വളരെ പെട്ടെന്ന് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സുൽത്താൻ ബത്തേരിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ബിഗ് ഫൈറ്റിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുൽത്താൻ ബത്തേരി നഗരസഭാ കാര്യാലയത്തിന് സമീപമുള്ള അങ്കണത്തിലാണ് ഈ പരിപാടി ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ വലിയ തോതിൽ ജനക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട്. അവർക്ക് ഇവിടെ സന്നിഹിതരായിട്ടുള്ള നേതാക്കളോട് നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ടാകും. ഇനി അവർക്ക് അതിനുള്ള അവസരമാണ്. ആദ്യമായി നിങ്ങളോടൊരു കാര്യം, ഈ 3 പേരെയും നിങ്ങൾക്ക് പരിചയമുള്ളവരാണ്. ഇവരോടൊരു പ്രതിപക്ഷ ബഹുമാനത്തോടെ ചോദ്യങ്ങൾ ഉന്നയിക്കാനും പ്രസ്താവനകൾ ഒഴിവാക്കി ചോദ്യങ്ങൾ ഉന്നയിക്കാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നും ഞാൻ ആദ്യം തന്നെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ആരംഭിക്കാം. ആരോടാണ് എന്നുകൂടി പറയും. ബഹുമാനപ്പെട്ട സഖാവ് കൃഷ്ണപ്രസാദിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങേക്ക് അറിയാം, വയനാട് ജില്ല ഏറ്റവും അധികം അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് എന്നുള്ളത്.
വയനാടിൻ്റെ ദേശീയ പ്രശ്നങ്ങളാണ് തങ്ങൾ ഇതുവരെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വയനാടിൻ്റെ പ്രാദേശികമായ വികസന ആവശ്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ച ഇവിടെ നിന്നുണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങേക്ക് അറിയുന്നത് പോലെ തന്നെ വയനാടിന് നിരവധിയായ ആവശ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രാത്രിയാത്രാ നിരോധനമാണ്. 10 വർഷമായി രാത്രിയാത്രാ നിരോധനം തുടരുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്ന് പറഞ്ഞ് അങ്ങേക്ക് ഒഴിവാകാമെങ്കിലും അടുത്ത കാലത്തുണ്ടായുള്ള 2 സംഭവ വികാസങ്ങൾ, സുപ്രീം കോടതി ഒരു മേൽപ്പാല പദ്ധതി നിശ്ചയിക്കുകയും അതിനുവേണ്ടി ചർച്ച നടത്തുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും ചെയ്തപ്പോൾ ആ വിദഗ്ധ സമിതിയുടെ മുമ്പാകെ കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത 2 ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് രാത്രിയാത്രാ നിരോധനം തുടരട്ടെ, പകരമായി തലശ്ശേരി മൈസൂർ റെയിൽവേ അനുവദിച്ചാൽ മതിയെന്നും പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആവശ്യപ്പെട്ടത് രാത്രിയാത്രാ നിരോധനത്തിന് 6 മണി മുതൽ 6 മണി വരെ ദീർഘിപ്പിക്കണമെന്നുമാണ്. അതുപോലെ തന്നെ നഞ്ചൻകോട് നിലമ്പൂർ റെയിൽപാത സംബന്ധിച്ച് വെറും 2 കോടി രൂപ DMRCയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാതെ ഈ പദ്ധതി തടസ്സപ്പെടുത്തുകയും പകരമായി തലശ്ശേരി മൈസൂർ റെയിൽപാതയ്ക്ക് വേണ്ടി തങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, തലശ്ശേരി മൈസൂർ റെയിൽപാതയ്ക്ക് യാതൊരു വിധത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോ കേരള സർക്കാരിൻ്റെ ബജറ്ററി പ്രൊവിഷനോ ഇല്ലാതെ 18 കോടി രൂപ അനുവദിച്ച് അതിനുള്ള സർവേ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഒരു ബഹുമാനപ്പെട്ട IC ബാലകൃഷ്ണൻ MLA നിയമസഭയിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതിന് പറഞ്ഞ മറുപടി വയനാട്ടുകാർ റെയിൽപാതയ്ക്ക് വേണ്ടി ചാടിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ വയനാടിനെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നടപടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വയനാട്ടിൽ ഇതുവരെ സന്ദർശിച്ചിട്ടുള്ളത് വെറും 4 തവണ മാത്രമാണ്. വയനാട് ഇനിയും സന്ദർശിക്കാത്ത മന്ത്രിമാരുണ്ട്. ഈ ഒരു അവഗണന, വയനാടിനോടുള്ള ഈ ഒരു അവഗണന ഇങ്ങനെ വീണ്ടും തുടരുന്നതിനുള്ള കാരണം എന്താണ്? വയനാടിനോടുള്ള ഈ ഒരു അവഗണന ഒരു ചർച്ചയായി തങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ വിഷയം ഒരിക്കലും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവകാശപ്പെടാത്ത ഒരു സംഭവമല്ല. ഈ സമരങ്ങളെല്ലാം വളരെ വ്യാപകമായി തുടക്കം മുതൽ പങ്കെടുത്ത പ്രവർത്തിച്ച അനുഭവമുള്ളവരാണ് ഞങ്ങളൊക്കെ. അങ്ങ് പറഞ്ഞ ഈ നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ, അത് രാജഗോപാൽ മന്ത്രിയായിരുന്ന സമയത്ത് സർവേ നടത്തിയതിന് ശേഷം ഞാൻ MLA ആയിരിക്കുമ്പോൾ MP വീരേന്ദ്രകുമാർ MP ആയിരിക്കുന്ന സമയത്താണ് സർവേ പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ പൂർത്തീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്, അതിന് റെയിൽവേ ബോർഡിൻ്റെ അംഗീകാരം വാങ്ങിയെടുത്തത്. ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിലുള്ളതാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതിനുശേഷം കുറച്ച് സജീവമായതിൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറേ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളത് അതിന് മുമ്പുണ്ടായ പ്രവർത്തനങ്ങളെ നിഷേധിക്കുന്നതിന് കാരണമാകേണ്ടതില്ല. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള പൊതുവായ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും ഐക്യത്തോടുകൂടിയും പക്വതയോടുകൂടിയും നാം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട BJPയുടെ നേതാവ് മന്ത്രിയായ സമയത്ത് രാജഗോപാൽജി അദ്ദേഹം എടുത്ത പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. കാരണം നമ്മൾ ആ ചരിത്രം മറക്കാതെ, വന്ന വഴി മറക്കാതെ നമ്മൾ വർത്തമാനം പറയുന്നത് ശരിയല്ല, ഒരു പക്വതയല്ല. ഇപ്പോഴും നമുക്കറിയാം റെയിൽവേയുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രയും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് നാം നടത്തിയ നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ്. അതിനുമുമ്പ് നമുക്കും അനുവാദമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തലശ്ശേരിയിലേക്ക് ഒരു റെയിൽവേ വരിക എന്നുള്ളത് നമ്മൾ എന്തിനതിനെ എതിർക്കണം? നമ്മളതിനെതിരല്ല. അവരവർ ശ്രമിക്കട്ടെ, അവർ കൊണ്ടുവരട്ടെ, അതിനും നമ്മൾ എതിർത്ത് പോകേണ്ട കാര്യമില്ല. മാത്രവുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐക്യത്തോടുകൂടെ പ്രവർത്തനത്തിലൂടെ റെയിൽവേ കൊണ്ടുവരിക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻഗണനയിലുള്ള പ്രവർത്തനം തന്നെയാണ്. അത് ഏറ്റവും വലിയ പങ്ക് വഹിക്കാനുണ്ടായിരുന്ന കേന്ദ്രവും അതുപോലെ കർണാടകയും കേരളവും ഒരുമിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിനെ പോലുള്ളൊരു രാഷ്ട്രീയ പാർട്ടി, അതുപോലെ 5 വർഷം ഭരിച്ച BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്, ഇവർക്കൊന്നുമില്ലാത്തൊരു കുറ്റം മേൽപ്പാതയെക്കുറിച്ചുള്ള അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം, വളരെ കൃത്യമായി അത്തരമൊരു മേൽപ്പാത പണിയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പകുതി തുക നൽകാൻ വേണ്ടി തയ്യാറാകുമെന്ന് പറഞ്ഞ് കരാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് നടത്തുന്നതാണ്. PP സുനീറും അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും ശക്തമായി ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നതാണ്. വയനാട്ടിലെ മുഴുവൻ കോൺഗ്രസ്സുകാരെയും BJPക്കാരെയും റെയിൽവേ ആക്ഷൻ കമ്മിറ്റിക്കാരെയും ഉൾപ്പെടെ ഒരുമിപ്പിച്ചുകൊണ്ട് അത് രാഷ്ട്രീയം കളിക്കാൻ ഒരുമിച്ച് കൊണ്ടുപോകാവുന്ന കൃഷ്ണപ്രസാദ് വളരെ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി ശ്രമം നടത്തി എന്ന് പറയുന്ന ഒരു സാഹചര്യം അംഗീകരിച്ചുകൊണ്ട് ചോദിക്കുക. അത് അംഗീകരിക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ ചോദ്യം അങ്ങയുടെ മുമ്പിൽ വയ്ക്കുന്നു. നമ്മുടെ ഈ റെയിൽവേയുടെ റീസർവേ നടത്തി അത് നടപ്പിലാക്കാൻ വേണ്ടി 8 കോടി രൂപ മാറ്റിവെച്ചിട്ട് ആ 8 കോടി രൂപയിൽ നിന്ന് 2 കോടി രൂപ കൊടുക്കാൻ DMRC ആവശ്യപ്പെട്ടിട്ട് അവരുടെ ഓഫീസ് തുറന്ന് അവർ പ്രവർത്തനം തുടങ്ങിയിട്ടും ആ 2 കോടി രൂപ ആദ്യം കൊടുക്കാമെന്ന് തീരുമാനമെടുക്കുകയും പിന്നീട് അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് DMRC അപമാനിച്ചയക്കുകയും തലശ്ശേരി റെയിൽവേ ലൈനിൻ്റെ സർവേ നടത്താൻ വേണ്ടി ആവശ്യമായ പണം അനുവദിക്കുകയും ചെയ്തത്
വയനാട്ടുകാരോട് കാണിച്ച വഞ്ചനയല്ലേ എന്നുള്ളത് എന്താണ് മറുപടി പറയാനുള്ളത്? ഞങ്ങളങ്ങനെ കരുതുന്നില്ല. കാരണം വയനാട്ടുകാരനെ വഞ്ചിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. പിന്നെ എന്തുകൊണ്ട് പണം ഞാൻ കൊടുത്തില്ല? പറഞ്ഞോട്ടെ കേൾപ്പി. എന്തുകൊണ്ട് നിങ്ങൾ പണം പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തില്ല? പിന്നെ ഞാൻ പറയില്ലേ? പിന്നെ എൻ്റെ നമുക്ക് നിങ്ങൾ പറയണം. പറയും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സൂചിപ്പിച്ച റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമവായം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റാണ് അതിന് മുഖ്യ പങ്ക് വഹിക്കേണ്ടത്. കേരള അതുപോലെ തന്നെ ഗവൺമെന്റ് 2 കോടി കൊടുക്കാന്ന് പറഞ്ഞ് എന്താ കൊടുക്കാഞ്ഞത്? ഈ പറയുന്ന റെയിൽ പാതയ്ക്ക് ഒരു മിനിറ്റ്, ഞാനൊന്ന് തീർത്തോട്ടെ പ്ലീസ്. അത് ഇടപെട്ടുകൊണ്ട് എൻ്റെ സമയം പോയത് അംഗീകരിക്കും, അല്ലെങ്കിൽ ഞാനത് പറയുമായിരുന്നില്ല. അപ്പോൾ ആ കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിച്ചുകൊണ്ട് കർണാടക ഗവൺമെൻറ്റുമായി സംസാരിച്ചുകൊണ്ട് ഈ രൂപത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് ഏകപക്ഷീയമായി പോവുകയല്ല വേണ്ടത്. മറിച്ച് വനം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സർവേ നടത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്തമമായിട്ടുള്ള ബോധ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പറഞ്ഞ വനം ഒഴിവാക്കിക്കൊണ്ടുള്ള സർവേ നടക്കുകയും ആ സർവേയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് ഈ പാത കൊണ്ടുവരുന്നതിനും അതോടൊപ്പം ഈ മൈസൂർ പാതയും പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയുള്ള വളരെ നല്ല പ്രവർത്തനം സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആത്മാർത്ഥമായി മുന്നോട്ട് പോകും. ഈ പാത കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഉത്തമമായി ശ്രമിക്കും. വയനാടുകാരുടെ ഗതാഗത പ്രശ്നത്തിൽ കേന്ദ്രം എന്താണ് ചെയ്തത്? യഥാർത്ഥത്തിൽ കൃഷ്ണപ്രസാദ് അവർ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് പതിറ്റാണ്ടുകളായി നമ്മളുടെ ആവശ്യമാണ് വയനാട് റെയിൽവേ. ഒ രാജഗോപാൽ സാർ മന്ത്രിയായപ്പോഴാണ് അതിൻ്റെ ഒരു സർവേ എങ്കിലും പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചത്. അതിനുശേഷം വന്നിട്ടുള്ള ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ളത് ഇവരാണ് വ്യക്തമാക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ രാജഗോപാൽ സാർ ഇറങ്ങിപ്പോയതിന് ശേഷം ഇവിടെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് വന്നെങ്കിലും അതിനെ പിന്താങ്ങിയത് UPA എന്ന് പറഞ്ഞ് അതിനെ പിന്താങ്ങിയത് ഇടതുപക്ഷമായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ആ കഴിഞ്ഞ 5 വർഷം 2009 മുതൽ ഇവിടെ രാജഗോപാൽ ഇറങ്ങിപ്പോയതിനു ശേഷം ഭരിച്ചത്. എന്താണ് സംഭവിച്ചത് എന്ന് ഇവരാണ് പറയേണ്ടത്. അതിനുശേഷം വന്നിട്ടുള്ള സർക്കാർ ഒരു നടപടിയും അതിനുവേണ്ടി ചെയ്തില്ല. എന്നാൽ ഇപ്പോഴും ഈ ശ്രീധരനും പിന്നെ 3000 കോടിയും മറ്റു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് വന്നതിന് ശേഷം തന്നെയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളൊരു ചർച്ച ചെയ്യുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. നമ്മുടെ BJP MP സാക്ഷി മഹാരാജ് പറഞ്ഞത് ഇത് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്. അമിത്ഷാ കൂട്ടി പറഞ്ഞതിന് 50 വർഷക്കാലം ചോദ്യം ചെയ്യലുകളില്ലാതെ BJP ഭരിക്കും എന്നാണ്. അപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രശ്നം അത് കോർപ്പറേറ്റ് വൽക്കരണവും അഴിമതിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ ജനാധിപത്യവും മതേതരത്വവും റദ്ദ് ചെയ്യപ്പെടുന്നിടത്തേക്ക്, പൗരാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നിടത്തേക്ക് നമ്മുടെ രാജ്യം എത്തി നിൽക്കുകയാണ്. ഇതിൽ നേതാക്കന്മാരുടെ പ്രതികരണം അറിയണം. ശ്രീ KL പോലോസ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുമെന്ന് വളരെ കൃത്യമായി ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും അനുഭവത്തിലൂടെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ, ജനാധിപത്യ വിരുദ്ധ ശക്തികളെ, മതേതരത്വ വിരുദ്ധ ശക്തികളെ കേന്ദ്രത്തിൽ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യമായി നമ്മൾ കാണുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതിനുപരി അങ്ങനെ ഒരു മഹത്തായ ലക്ഷ്യത്തെക്കുറിച്ചല്ലേ നിങ്ങൾ സംസാരിക്കേണ്ടത്? അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളൊരു നിലപാടാണ് ശ്രീ KLP പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വളരെ ഉന്നയിച്ച ശരിയായ പ്രശ്നം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. BJPയുടെ ഗവൺമെൻറ് ഈ രാജ്യദ്രോഹ ഗവൺമെൻറ്റാണ്, ഈ രാജ്യത്തെ തകർക്കുന്ന ഗവൺമെൻറ്റാണ്. ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസൽമാനും ഒരൊറ്റ മക്കളെ പോലെ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ്, പശുവിൻ്റെ പേര് പറഞ്ഞ് 40ഓളം ആളുകളെ തല്ലിക്കൊന്നൊരു ഗവൺമെൻറ്, ഇത്രയും വൃത്തികെട്ടൊരു ഗവൺമെൻറ് ഈ ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഉണ്ടാവാത്ത ഗവൺമെൻറ്. ശരി, ശ്രീ പ്രസാദ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ പ്ലീസ്. അതേസമയം അതിനെതിരായിട്ടൊരു സമരം നടത്തേണ്ട കോൺഗ്രസ് ഈ രൂപത്തിൽ ആ നിലപാടെടുക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഒരു മിത ഹിന്ദു നിലപാടെടുത്തുകൊണ്ട് ഇവിടെ രാമക്ഷേത്രം പണിയണമെങ്കിൽ അത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണമെന്ന് ഹരീഷ് റാവത്തിനെ പോലെ ഉത്തരാഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ AICCയുടെ സെക്രട്ടറി പറയുമ്പോൾ ഒരു വാക്ക് രാഹുൽ ഗാന്ധി മുണ്ടുന്നുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോൾ കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഈ പറഞ്ഞ മധ്യപ്രദേശിലെ ഗവൺമെൻറ് രാജ്യരക്ഷാ നിയമം എടുത്തുകൊണ്ട് പാവപ്പെട്ട മുസൽമാൻ്റെ പേരിൽ, പശു ഹത്യയുടെ പേരിൽ കേസെടുക്കുന്നതിന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം സഹായിക്കുകയാണ്. അവിടെ താല്പര്യം ഇടതുപക്ഷത്തെ തകർക്കുകയാണ്. കാരണം ഇടതുപക്ഷമാണ് ഈ ഗവൺമെന്റിനെതിരെ കർഷക സമരം വളർത്തുന്നത്, തൊഴിലാളി സമരം വളർത്തുന്നത്. അതുകൊണ്ട് KLP പറയുന്നത് ശരിയല്ല, അതുപോലെ ഇദ്ദേഹം പറയുന്നത് ശരിയല്ല. ഇവർ രണ്ടുപേരും ജനശത്രു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മിനിയാന്ന് മഹാരാഷ്ട്രയിലെ വർദ്ധയിൽ പ്രസംഗിച്ചത് ഹിന്ദുക്കളെ ഭയന്ന്, ഹിന്ദു വോട്ടുകളെ ഭയന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോകുന്നു, അവിടെ ന്യൂനപക്ഷങ്ങളാണ് ഭൂരിപക്ഷം എന്നാണ്. ഒരു പ്രധാനമന്ത്രിയാണ് ഇത് പറയുന്നത്, ഏതെങ്കിലും ഒരു BJP നേതാവല്ല. അത് തന്നെയാണ് ഈ സർക്കാരിനെതിരെ
മറ്റു മുന്നണികൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നു. ആ പരാമർശം ശരിയല്ല. അതായത് യഥാർത്ഥത്തിൽ പരാമർശം ശരിയല്ല. മോദി പറഞ്ഞ ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞ ശരിയല്ല. നരേന്ദ്രമോദി ഉദ്ദേശിച്ച കാര്യമല്ല പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയാണ്. അല്ല, ഞാൻ വരാം. യഥാർത്ഥത്തിൽ അദ്ദേഹം അമേഠിയിൽ നിന്ന് ഒളിച്ചോടേണ്ട ഒരു സാഹചര്യം, അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരായിട്ടുള്ള ആളുകൾക്ക് ആ വിഭാഗത്തിനെ ഒരു കാരണവശാലും ഒരു കാര്യത്തിനും സഹായിക്കാതെ ഒരു 10-40 വർഷക്കാലമായി കുടുംബത്തിൻ്റെ ആധിപത്യം പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഉന്നത പദവികൾ ഒരു കുടുംബത്തിന് എഴുതി തയ്യാറാക്കിയതുപോലെ തന്നെ അമേഠി പോലെയുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലം ഒരു കുടുംബം സ്വന്തമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ആ വെച്ചെടുത്ത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഹൈന്ദവരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാതെ ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്ന സാഹചര്യത്തിൽ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ ഒന്നിക്കുകയും അവിടെ അമേഠിയിൽ പരാജയപ്പെടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, ഉറച്ച തീരുമാനത്തിലാണ് ഈ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് കെട്ടുകെട്ടി ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. രണ്ടാമതൊരു കാര്യം, കൂട്ടി ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ വർഗീയപരമായിട്ട് എതിർക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ ഞാൻ പറയുന്നു 18 ലക്ഷം മുസ്ലിങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയാണ് ഗുജറാത്തിലെ ബഹുഭൂരിപക്ഷം വന്ന മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, ഉത്തർപ്രദേശ് തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരക്കൊടിയാണ് അവിടെ പാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല. 12 ലക്ഷം ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗങ്ങളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഭൂരിപക്ഷമായ ഒരു സംസ്ഥാനത്ത്, ഒരു മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി ഭയം നോടി വരുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് കാരണം? അതായത് ഹൈന്ദവരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കഴിഞ്ഞ കുറെ കാലങ്ങളായി കുടുംബത്തിന് ആധിപത്യം കൊടുത്തിട്ടുള്ളത് പോലെ അമേഠിയിൽ കഴിഞ്ഞ 30 വർഷമായി BJP എത്ര പ്രാവശ്യം ഭരണത്തിലേറിയിട്ടുണ്ട്? നിങ്ങൾക്ക് വികസിപ്പിക്കാമല്ലോ അമേഠിയെ. ഒരുപാട് വികസനങ്ങൾ നടത്തിയതിന്റെ നിങ്ങൾ കൂക്കിത്തോപ്പിക്കണ്ട. അവിടെ ഭാരതീയ ജനതാ പാർട്ടി നടത്തിയിട്ടുള്ള വികസനത്തിന്റെ പരിണിത ഫലമാണ് ഈ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് ഓടേണ്ടി വന്നിട്ടുള്ളത്. അവിടെ 5 അസംബ്ലി മണ്ഡലങ്ങളില് 4 BJP ആണ്. ഞാൻ മടങ്ങി വരാം. പൊതുജനങ്ങളിലേക്കും നേതാക്കളിലേക്കും ഒരു ചെറിയ ഇടവേള കൂടി ആവശ്യം. ബിഗ് ഫൈറ്റിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം. 3 മുന്നണികൾ പ്രതിനിധീകരിച്ച് KL പൗലോസ്, സി കൃഷ്ണപ്രസാദ്, പ്രശാന്ത് മലവേൽ എന്നിവരാണുള്ളത്. ഇവരോടുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. ചോദ്യങ്ങൾ തുടരുകയാണ്. തുടരൂ. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നേരത്തെ എൻ്റെ സുഹൃത്ത് പ്രശാന്ത് മലവേൽ സൂചിപ്പിച്ചു, നരേന്ദ്രമോദിയുടെ വിഷലിപ്തമായ പ്രസംഗത്തിൻ്റെ മറ്റൊരു വേർഷനാണ് ഇവിടെ പ്രശാന്ത് മലവേൽ പറഞ്ഞത്. ഇത് കേരളമാണ്, മതനിരപേക്ഷ മണ്ണാണ്, ഇത്തരം കാര്യങ്ങൾ ചാനലുകൾ പോലും അവതരിപ്പിക്കാൻ വേണ്ടി പാടുള്ളതല്ല. എൻ്റെ ചോദ്യം പ്രശാന്ത് മലവേലിനോടാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് രാജ്യത്തെ യുവജനങ്ങളോട് നിങ്ങൾ പറഞ്ഞത് പ്രതിവർഷം 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ ഭരണം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ രാജ്യത്തിനകത്ത് എത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു? ഉള്ള തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഗ്ദാനങ്ങൾ ലംഘിച്ച് ഇത്തരം വർഗീയതയും വിഷലിപ്തവുമായിട്ടുള്ള രീതിയിലേക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പിനകത്തേക്ക് ഇടപെടുകയാണ്. ഞാൻ സൂചിപ്പിച്ചതാണ്, ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം 2 കോടി തൊഴിലവസരങ്ങൾ രാജ്യത്തെ യുവജനങ്ങൾക്ക് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് എത്ര തൊഴിലവസരങ്ങൾ നിങ്ങൾ ഈ രാജ്യത്തിനകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്? അതായത് ഒരുപാട് മേഖലയിൽ സ്കിൽ ഡെവലപ്മെന്റ് പോലെയുള്ള ഒരുപാട് മേഖലകളിൽ ഒട്ടനവധി തൊഴിലവസരങ്ങൾ ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പറയട്ടെ. രണ്ടാമത്തത് തൊഴിലുറപ്പ് പോലെയുള്ള കാര്യം, എല്ലാം തൊഴിൽ മേഖലയല്ലേ? 150ഓളം ഈ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തത് റെയിൽവേയില് 2 ലക്ഷം ആളുകളെ
നോമിനേറ്റ് ചെയ്യാൻ പറ്റി പോകുന്നു. ഈ കഴിഞ്ഞ മാസം ഒറ്റ കാര്യം, ഈ പിണറായി വിജയന് അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ട് 4000-ഓളം KSRTC തൊഴിലാളികൾ തെരുവോരങ്ങളിൽ കിടന്നത് നിങ്ങൾ മറക്കരുത്. പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് 5 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടത്. എത്ര ആളുകൾക്ക് തൊഴിൽ കൊടുത്തുവെന്ന് പിണറായി വിജയന്റെ ആളുകളും പറഞ്ഞ് ഈ നാട്ടിൽ പറയേണ്ടതുണ്ട്. ചോദിക്കൂ. 2004 ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിന്റെ അധികാരം ഇപ്പോൾ വന്നിട്ട് നരേന്ദ്രമോദി നടപ്പിലാക്കിയെന്ന് ചേട്ടൻ പറയരുത്. അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. തൊഴിലുറപ്പ് പദ്ധതിയോ ഈ ഇടതുപക്ഷത്തിന്റെയോ? ഒരു കന്നി വോട്ടർ എന്ന നിലയ്ക്ക് എന്റെ ചോദ്യം കോൺഗ്രസിന്റെ നേതാവ് KL പൗലോസിനോടാണ്. സാർ, എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മാംസ സംസ്കരണ കേന്ദ്രങ്ങളിലൊന്നായ ജനകീയ സഹകരണ ബദലായ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് തന്നെ 2 കിലോമീറ്റർ അപ്പുറം പോയ മലവേലിൽ പ്രശാന്തേട്ടന്റെ നാട്ടില് ഈ വയനാട് മണ്ഡലത്തിലാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നായ നൂൽപ്പുര സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഈ വയനാട്ടിലാണ്. ഇതൊന്നും MP കൊണ്ടുവന്നതല്ല, ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ജനനായകന്മാർ കൊണ്ടുവന്നതാണ്. എന്റെ ചോദ്യം, പശു സംസ്കരണ പ്ലാന്റ് അടക്കം ഉള്ളത് നമ്മുടെ നാട്ടിലായിരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി ഫാസിസത്തെ പ്രതിരോധിക്കാൻ പശുവിന്റെ പേരിൽ മനുഷ്യനെ ചുട്ടുകൊല്ലുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നതിന് പകരം എന്തിനാണ് വയനാട് പോലെയുള്ള മത്സരം ഒരു സ്ഥലത്ത് വരുന്നത്? ജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അമേഠിയാണോ വയനാടാണോ തെരഞ്ഞെടുക്കാന്നുള്ളത് ഒരു ഉത്തരം ഞങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട സ്നേഹിതൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ഇതിനിടയിൽ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് പലരും പ്രതികരിച്ചു. എന്താണോ നരേന്ദ്രമോദി കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്, അതുതന്നെയാണ് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഇപ്പോൾ പറഞ്ഞത്. പച്ചയ്ക്ക് ജാതി പറയുക, പച്ചയ്ക്ക് മതം പറയുക, അങ്ങനെ മതവിദ്വേഷം വളർത്തിയെടുത്ത് അല്ല, അത് ഞാൻ പറയാം. അങ്ങനെ അതായത് രണ്ടിടത്തും ജയിക്കുകയാണെന്ന് കരുതുക. അമേഠിയാണ് തന്റെ കർമ്മഭൂമി എന്ന് രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചു. തീർച്ചയായും കഴിഞ്ഞു. വയനാട്ടിൽ നിന്ന് രാജിവെക്കേണ്ടി വരും. വയനാട് അമേഠിയിൽ തോക്കുമോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. രണ്ടിനും പറയാം. നിങ്ങൾ ആളം വെക്കണ്ട. അമേഠിയിൽ പറയാം. അങ്ങനെയുണ്ടോ? ഉത്തരം പറയണ്ടേ? നിങ്ങൾ ഒച്ച വെച്ചുകൊണ്ടിരുന്നവര് എനിക്ക് പറയാനുള്ള ഉത്തരം എന്താന്ന് കേൾക്കണ്ടേ? അമേഠിയിൽ കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷത്തിലേറെ വോട്ടിനാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്. അന്ന് BSPയും SPയും വേറെ മത്സരിച്ചു, കോൺഗ്രസ് വേറെ മത്സരിച്ചു, BJP മത്സരിച്ചു. ഇപ്രാവശ്യം SPയും BSPയും അവിടെ മത്സരിക്കുന്നില്ല. അവർ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കുകയാണ്. അവിടെ ഇപ്രാവശ്യം 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും രാഹുൽ ഗാന്ധി ജയിച്ചിരിക്കും. പക്ഷേ വയനാട് രാജിവെക്കുമോ? അതിലേക്കാ പറയുന്നത്. അതിലേക്ക് പറയട്ടെ. പറയൂ. ഉത്തരം പറയാം. ഉത്തരം പറയാതെ പോവില്ല. പറയാമോ? പറയാൻ സമ്മതിക്ക്. പറയാം. വയനാട് സീറ്റ് തെരഞ്ഞെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളുണ്ട്. ഒന്ന്, പിന്നോക്കക്കാരായ സാധാരണക്കാരായ കർഷകരും ആദിവാസികളും അടങ്ങുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഈ സീറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് ഒരു സെക്യുലർ പാർട്ടി എന്ന രീതിയിൽ തെക്കേ ഇന്ത്യയിൽ ആ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ദുർബല ആളുകൾ താമസിക്കുന്ന കർഷകരും ആദിവാസികളും താമസിക്കുന്ന ഈ സീറ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സീറ്റിൽ രാഹുൽ ഗാന്ധി ജയിച്ച ഈ സീറ്റ് നിലനിർത്തും. രാജിവെക്കോ ഇല്ലേ? രാജിവെക്കില്ല. അമേഠിയിൽ നിന്ന് രാജിവെക്കോ? ഇവിടെ രാജിവെക്കില്ല. അമേഠിയിൽ നിന്ന് രാജിവെക്കോ? ഇവിടെ രാജിവെക്കില്ല. അമേഠിയിൽ നിന്ന് രാജിവെക്കേണ്ടി വരും. വെക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അമേഠിയാണ് തന്റെ കർമ്മമണ്ഡലം എന്നാണ്. അദ്ദേഹത്തിന്റെ കർമ്മം കൂടെ അവിടെ തുടരുന്നതിന് എന്താ കുഴപ്പം? അത് ശരി. ഓക്കെ, ചോദിക്കൂ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ചോദ്യത്തിന് ഉത്തരം ഇവിടെ രാജിവെക്കുന്ന പ്രശ്നമില്ല. ചോദിച്ചോളൂ. ഇന്ത്യയിലെ ഇവിടെ രാജിവെക്കില്ല. അത് പറഞ്ഞു പ്ലീസ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി
ഇന്ത്യയിലെ ഉത്തരവ് പറയണത്. ഇവിടെ രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞില്ലേ? ഓക്കെ 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 പ്ലീസ് പ്ലീസ് ചോദിക്കൂ പ്ലീസ് ബഹളം വെക്കരുത് പ്ലീസ് ചോദിക്കൂ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നരേന്ദ്രമോദി നടപ്പിലാക്കിയ 5 ക്ഷേമ പദ്ധതികൾ എണ്ണി പറയാൻ സാധിക്കും. എത്രയോ നേതാക്കന്മാർ 2 സീറ്റിൽ ഇന്ത്യ രാജ്യത്ത് മത്സരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നടപ്പിലാക്കിയ 5 ക്ഷേമ പദ്ധതികൾ നിങ്ങൾക്ക് എണ്ണി പറയാൻ സാധിക്കുമോ? ആരോടാണ് എന്നോടല്ലേ? ബിജെപി അതായത് ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഏറ്റവും അവസാനം നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിക്കാൻ മാത്രമല്ല നടപ്പിലാക്കുകയും ചെയ്തു. 5 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ 50 കോടി കുടുംബങ്ങൾക്ക് നേരിട്ട് ചികിത്സാ പദ്ധതി ലഭിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. ഒന്ന് രണ്ടാമത് നിങ്ങൾ ഈ വിനായക ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോവുക, അതിന്റെ മേലെയുണ്ട് ജൻധൻ ഔഷധി. ആയുഷ്മാൻ പദ്ധതിയുടെ ബജറ്റ് വിഹിതം എത്രയാണ്? ആയുഷ്മാൻ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാത്തത്, കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവൻ എത്ര ബജറ്റ്? 50 കോടി ജനങ്ങൾക്ക് നേരിട്ട് ആ പദ്ധതിയുടെ ഗുണം ലഭിക്കും. 50 കോടി ജനങ്ങൾ. എത്ര കോടി രൂപയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ബജറ്റിലുള്ളത് ആയുഷ്മാൻ പദ്ധതിക്ക്? കൃത്യമായിട്ട് 2000 കോടി, വെറും 2000 കോടി രൂപ. ഓക്കെ, ചോദിക്കൂ. ചോദിക്കാനുള്ളത് എല്ലാ ആളുകളോടും കൂടെ ഒരുമിച്ചാണ്. കാരണം സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഘോരഘോരം എവിടെ നോക്കിയാലും എല്ലാവരും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചിട്ടാണ് പറയണത്. പക്ഷേ നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സ്ത്രീകളെ മത്സരിപ്പിക്കുന്നു, എത്രത്തോളം പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എനിക്ക് മുമ്പിൽ നിൽക്കുന്ന എല്ലാ പാർട്ടികളുടെയും നേതൃത്വം ഞങ്ങൾ കാണുന്നത് 3 പാർട്ടിയുടെയും നേതൃത്വം വളരെ നല്ല കരുത്തുറ്റ ആളുകളാണ്. വയനാടിൻ്റെ മണ്ണിൽ കരുത്തുറ്റ കുറേ ആളുകളുള്ളപ്പോൾ എന്തുകൊണ്ടാണ് പുറമേ നിന്ന് എല്ലാ ആളുകളെയും എല്ലാ പാർട്ടികളുടെ ആളുകളെയും കൊണ്ടുവരുന്നത് എന്നൊരു ചെറിയ സംശയം കൂടിയുണ്ട്. ആരാണ്? LDFന്റെ പുറമെ നിന്നാണോ? അല്ല, മൊത്തത്തിൽ നമ്മൾ എല്ലാവരോടും ചോദിക്കാം. ഓക്കെ കെഎൽ പൗലോസ്, നിങ്ങളാണ് ആദ്യം മറുപടി. പാർലമെന്റിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പാർട്ടിയിലെ ഓരോ സീറ്റിലും പ്രഗത്ഭരായ നേതാക്കന്മാരെ നിർത്തി മത്സരിപ്പിക്കാൻ തീരുമാനിക്കും. അത് ഒരു പക്ഷേ അതേ സീറ്റിൽ തന്നെയുള്ള ചോദ്യത്തിലേക്ക് വരും. അതേ സ്ത്രീ സംവരണം, അതുപോലെ പുറമെ നിന്ന ആള്, ഇത് രണ്ടുമാണ്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഒരേ സീറ്റിൽ തന്നെ ആ സീറ്റിൽ തന്നെ ഉള്ള ആളാകണമെന്ന് നിർബന്ധമില്ല. കാരണം ഇന്ത്യ രാജ്യത്ത് പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായി അതത് പ്രദേശത്തുള്ള ആളുകളാണെങ്കിൽ നല്ലതെന്ന് ആഗ്രഹിക്കാം. പക്ഷേ ഓരോ പാർട്ടിയും മുന്നണിയും അവരുടെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ മത്സരിക്കുമ്പോൾ അതിന് അനുയോജ്യമായ നിയോജക മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് മത്സരിപ്പിക്കുന്നത് സ്ത്രീകളുള്ളൂ. UDFന് 2 സ്ത്രീകൾ, 2 സ്ത്രീകളെ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രകടനപത്രിക ഇറക്കിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് വേണ്ടി എല്ലാ അസംബ്ലിയിലും പാർലമെന്റിലും സീറ്റുകൾ റിസർവ് ചെയ്യും എന്ന് പ്രകടനപത്രിക പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ത്രീകളെ മത്സരിപ്പിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ സ്വയം പ്രശ്നം കൂടുതൽ സ്ത്രീകളെ മത്സരിപ്പിക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ പുറമെ നിന്നുള്ള ആളുകൾ മത്സരിക്കുന്നത് സംബന്ധിച്ച് അത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും നമ്മൾ അതിനെ വിമർശിക്കേണ്ടതില്ല. ഇതൊരു ദേശീയ രാഷ്ട്രീയമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് ആരെയും മത്സരിപ്പിക്കാം. അതായത് സഹോദരി ചോദിച്ച ചോദ്യത്തിന് അവരോട് എനിക്ക് മറുപടി പറയാനുള്ളത്, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഏറ്റവും വലിയ വകുപ്പ് കൈകാര്യം ചെയ്യപ്പെടുന്നത് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. അതുപോലെ തന്നെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സുഷമ സ്വരാജാണ് നമ്മളുടെ BJP മന്ത്രിസഭയിൽ. ഈ രാഹുൽ ഗാന്ധി ഒരാളെ പേടിച്ചിട്ട് ഓടി വരുന്നുണ്ടെങ്കിൽ അതൊരു സ്ത്രീയെ പേടിച്ചിട്ടാണ്. സ്മൃതി ഇറാനിയെ പോലെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തയായിട്ടുള്ള സ്ത്രീയെ പേടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആള് ഇവിടേക്ക് പേടിച്ചു ഓടി. സ്ത്രീ പ്രായത്തിൽ 2 ഓക്കെ ചോദ്യങ്ങൾ തുടരുകയാണ്. ഞാൻ മടങ്ങി വരാം വളരെ പെട്ടെന്ന് കൂടുതൽ ചോദ്യങ്ങളുമായി ഒരു ഇടവേളയ്ക്ക് ശേഷം. ബിഗ് ഫൈറ്റിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രാദേശികവും ദേശീയവുമായ നിരവധി ചോദ്യങ്ങളാൽ സമ്പന്നമാണ്
ഇന്ന് ബിഗ് ഫൈറ്റിന്റെ സദസ്സ് ചോദ്യം ചോദിക്കൂ. വളരെ ചുരുക്കി ആരോടാണ്? വളരെ ചുരുക്കി ചെറിയ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതിനിധിയോടുകൂടി തന്നെയാണ് ചോദിക്കാനുള്ളത്. അതായത് അമേഠിയിലും വയനാട്ടിലും ഒരുമിച്ച് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് വിജയിച്ചു വന്നാൽ വയനാട് മണ്ഡലത്തിൽ നിലനിൽക്കും എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വർഗീയതക്കെതിരെ പോരാടുന്ന കോൺഗ്രസ് ഇവിടെ നിന്നുള്ള ഒരു RSS ബദലിനെയാണ് നഷ്ടപ്പെടുത്തുന്നത്. അതായത് ഒരു MP നഷ്ടപ്പെടുത്താണ്, അവർക്കെതിരെയുള്ള ഒരു MP ശക്തമായി നഷ്ടപ്പെടുത്തുന്ന ഒരു അവസരത്തിനെയാണ് നിങ്ങൾ നഷ്ടപ്പെടുന്നത്. BJPക്ക് കൂട്ടുപിടിക്കുന്ന അവസ്ഥ. നിങ്ങൾ ഇങ്ങനെ ആവേശം കൊള്ളുന്നതിന്റെ കാര്യം നിങ്ങൾക്കറിയാം. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ 2020 അടിക്കും. അതുകൊണ്ട് അതിനുള്ള ആ വിഷമം നിങ്ങൾ അവസാനിപ്പിക്കുന്നത്. ശരി ചോദിക്കൂ. എനിക്ക് സഖാവ് കൃഷ്ണപ്രസാദ് ചേട്ടനോടാണ് ചോദിക്കാനുള്ളത്. CPMന്റെ പണ്ടത്തെ നയമായിരുന്നു കോൺഗ്രസിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഏത് ചെകുത്താനുമായും സന്ധി ചേരുക എന്നുള്ളത്. ആ നയത്തിൻ്റെ ഭാഗമായാണ് പല പ്രാവശ്യം സന്ധി ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP ഗവൺമെൻറ് ഈ കേന്ദ്രത്തിൽ അധികാരത്തിലേറുകയും 5 വർഷം ഭരിക്കുകയും ചെയ്തത്. അപ്പോഴാണ് CPMന് ഈ BJP സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി വേറെ ഏതെങ്കിലും ചെകുത്താനുമായി സന്ധി ചേരണമെന്ന് ഉള്ള തീരുമാനം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ BJPയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിൽ ഈ UDFുമായും വയനാട്ടിൽ രാഹുലിനെയും എതിർക്കുന്ന സ്ഥിതിക്ക് BJPയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി എന്ത് സംഭാവനയാണ് ഈ CPMന് തലത്തിലാണോ? അഖിലേന്ത്യാ തലത്തിൽ. വക്കീലിൻ്റെ ചോദ്യം വളരെ വലിയൊരു പ്രചരണം നടത്തിയതിന് അദ്ദേഹം വിധേയനാവുന്നതിൻ്റെ ചോദ്യമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസ് അമിതാധികാരത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും അടിയന്തരാവസ്ഥയിലേക്കും പോയൊരു ചരിത്രം അങ്ങയുടെ കുട്ടിക്കാലത്തുണ്ട്. അതിനെതിരെ ഈ നാട്ടിൽ ജനങ്ങളാണ് വിധി എഴുതിയത്. ഇന്ദിരാഗാന്ധി പോലും തോറ്റു. അപ്പോൾ അവിടെയൊന്നും തന്നെ വളരെ ചെറിയൊരു പാർട്ടിയാണ് CPIM. CPM വിചാരിച്ചാൽ ഇങ്ങനെ ഇവരെല്ലാം തോൽപ്പിക്കാൻ കഴിയുമെന്ന് ആരോ പറഞ്ഞത് അങ്ങ് വിശ്വസിക്കരുത്. അതൊന്നും ശരിയായൊരു രാഷ്ട്രീയമല്ല. 2, അങ്ങ് പറയുന്നു ഇന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJPയെ തോൽപ്പിക്കാൻ എന്ത് സംഭാവനയാണ് CPMന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങ് 5 വർഷത്തെ കണ്ണു തുറന്ന് കാണണം. ഈ 5 വർഷത്തിനകത്ത് പഹ്ലു ഖാൻ എന്ന് പറഞ്ഞൊരു കർഷകൻ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ ഓടിച്ചെന്നത് ഈ രാഹുൽ ഗാന്ധി അല്ല, ഞങ്ങൾ ഉൾപ്പെടെയുള്ള കർഷക സംഘ നേതാക്കളാണ്. ഞങ്ങളാണ് 15 ലക്ഷം രൂപ പിരിച്ച് ആ കുടുംബത്തെ സംരക്ഷിച്ചത്. നരേന്ദ്രമോദി പ്രശാന്ത് മലവേലിൻ്റെ നേതാവ് ഒരു പൈസ കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. അതുപോലെ രാജസ്ഥാനിലെയോ ഹരിയാനയിലെയോ സർക്കാർ അവിടെ കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മൻസൂറിൽ കർഷകരെ വെടിവെച്ച് കൊന്നപ്പോൾ അവിടെയും ഓടിയെത്തിയത് ഹനമുള്ളയും അമ്രാമും ഞാനും വിജൂഷ ഉൾപ്പെടെയുള്ള കർഷക പ്രവർത്തകരാണ്. ഞങ്ങളുടെ നേതൃത്വത്തിലാണ് മഹാരാഷ്ട്രയിൽ ലോങ് മാർച്ച് നടന്നത്. ഞങ്ങളുടെ നേതൃത്വത്തിലാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എത്ര അസഹിഷ്ണുത? അല്ല, അങ്ങനെ ഞാൻ പറയുകയാണല്ലോ, അസഹിഷ്ണുത കാണിക്കില്ലേ അങ്ങ്? ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ നടത്തിയ രാജസ്ഥാനിലെ സമരം, മഹാരാഷ്ട്രയിലെ സമരം, മധ്യപ്രദേശിലെ സമരം, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ INTUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനോട് ചേർന്നുകൊണ്ട് CITUവിൻ്റെയും ഒക്കെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടത്തിയ ഉജ്ജ്വലമായ സമരങ്ങൾ, 3 അഖിലേന്ത്യാ സമരങ്ങൾ, ഈ സമരങ്ങളെല്ലാം നടത്തിയത് ഇടതുപക്ഷമാണ്, കോൺഗ്രസ് അല്ല. ഇതിന് നേട്ടം കിട്ടുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് BJPയുടെ ഗവൺമെന്റ് പരാജയപ്പെടുകയാണ്. 3 സംസ്ഥാനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പുകൾ BJP തോറ്റപ്പോൾ ആണ് കോൺഗ്രസ് ജയിച്ചത്. കോൺഗ്രസ് സമരം നടത്തിയിട്ടല്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സമരം നടത്തുന്നത് ഞങ്ങളാണ്. ആരോടാണ്? എനിക്ക് ചോദ്യം ചോദിക്കാനൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയ്ക്ക് അല്ല, ചോദ്യത്തിലേക്ക് വരും. വയനാട് ജില്ലയിലേക്ക് ഞങ്ങൾക്ക് വികസനം വേണം. 1000 ദിനങ്ങൾ പൂർത്തീകരിച്ച LDFിൻ്റെ പരിപാടി നമ്മൾ നടന്നു. 1000 ദിവസത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി വയനാട്ടിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടില്ല, ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതിന് പുറമെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ നിങ്ങൾ എനിക്ക് പറയാനുള്ളത്, വെറും 2 കോടി രൂപ മാത്രം കൊടുക്കേണ്ട റെയിൽവേക്ക് ഇതുവരെ ഒരു പണം പോലും കൊടുക്കാതെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ അങ്ങ് ഞാൻ പറയട്ടെ, വികസനമാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, അങ്ങനെ പറയല്ലേ, ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഇങ്ങനെ പറഞ്ഞാലോ? ഇവിടെ ആരും ഇങ്ങനെ ചോദ്യം ചെയ്തില്ല. ആരെയും അങ്ങ് പറഞ്ഞത് കേട്ടു. ഞാൻ മറുപടി പറയട്ടെ. വികസനം എന്ന് പറഞ്ഞാൽ കുറെ കെട്ടിടം കെട്ടിപ്പോക്കുക മാത്രമാണ് നിങ്ങൾ കരുതരുത്. ഇവിടുത്തെ പാവപ്പെട്ട കർഷകനുണ്ട്. ആ കർഷകന്റെ വികസനം അവന്റെ ഉൽപ്പന്നത്തിന്റെ വിലയാണ്, പ്രിയപ്പെട്ട സുഹൃത്തെ. അതുകൊണ്ട് നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഇവിടെ ഭരിക്കുമ്പോൾ ഞങ്ങൾ പുൽപ്പള്ളിയിലെ നേതാവായിട്ടുള്ള KL പൗലോസോട് ഞാൻ ചോദിക്കുകയാണ്, പുൽപ്പള്ളിയിലെ കർഷകരുണ്ട്, അവിടുത്തെ പറഞ്ഞ പോലെ കാപ്പി കൃഷിക്കാർ, ആ കാപ്പി കർഷകർ 90 രൂപ 120 രൂപ കാപ്പിക്ക് വിലയുണ്ടായിരുന്നു 97-ൽ.
അതിനുശേഷം 24 രൂപയ്ക്കാണ് കാപ്പിപ്പരിപ്പ് വിറ്റത്, 12 രൂപയ്ക്കാണ് ഉണ്ടക്കാപ്പി വിറ്റത്. 3000-ഓളം കൃഷിക്കാരാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത്. ഒരു 2 കോടിയുടെ കണക്ക് ചോദിക്കുന്നുണ്ട്. 2 കോടിയുടെ കണക്ക് റെയിൽവേ സർവേക്ക് വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ആ 2 കോടി രൂപ കൊടുത്തിട്ടില്ല. ആ കൊടുക്കാതിരിക്കുന്ന കാരണവും ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, വയനാട്ടിലെ പതിറ്റാണ്ടുകളായിട്ടുള്ള ജനതയുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് വയനാട് മെഡിക്കൽ കോളേജ്. ആ പദ്ധതി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നിലവിൽ കൊണ്ടുവരികയും ഉദ്ഘാടനമടക്കം ഭൂമി ഏറ്റെടുക്കുകയും ഉദ്ഘാടന ചടങ്ങടക്കം സംഘടിപ്പിക്കുകയും. പക്ഷേ ആ ഭൂമി ഇന്ന് മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു ഭൂമി കണ്ടെത്തണമെന്ന പേരിൽ ആ പദ്ധതി അട്ടിമറിക്കുന്നു. ശ്രീ കെ ശശീന്ദ്രൻ MLA തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യമായി കൊണ്ടുവരുന്ന പദ്ധതിയാണ് വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുകയും ഇന്ന് ആ പദ്ധതി അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. അങ്ങ് പറഞ്ഞ പോലെ ഭൂമി ഏറ്റെടുക്കൊന്നും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തിട്ടില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. 2, അവിടെ പറഞ്ഞ ഭൂമി, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയെടുത്തത് ഈ ഗവൺമെന്റ് വന്നപ്പോഴാണ്, ഇടതുപക്ഷ ഗവൺമെന്റ്. മാത്രമല്ല, ആ ഭൂമിയിൽ കേസുണ്ട് എന്നുള്ളതും അതിൽ റവന്യൂ കേസുണ്ടെന്നും അതിൽ മെഡിക്കൽ കോളേജ് പണിയാൻ കഴിയില്ലാത്തതൊക്കെ നിയമപ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത് ഗവൺമെന്റ് അല്ല. നിരവധി നിലനിൽക്കുന്നു. അതോടൊപ്പം ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഈ മണ്ഡലത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നത് വരെ ബിഗ് ഫൈറ്റ് ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. മറ്റൊരു മണ്ഡലത്തിൽ നാളെ വീണ്ടും കാണാം. ഇനി ഹിറ്റ് സൈറ്റ് 8 പോകാം. നമസ്കാരം.